നമ്മുടെ കൊച്ചിയെ ആകെ ഒരു കാര്യം കൂടി, ആക്രമിക്കാൻ വന്ന സംഘത്തിന്റെ പ്രായം, ഈ വന്ന 4 പേരെ എന്ന് പറയുന്ന 4 പേരെ പ്രായത്തെക്കുറിച്ചോ അങ്ങനെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? ഇത് എനിക്ക് തോന്നുന്നു ബാർ ഹോട്ടലിന് പുറത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് തോന്നുന്നല്ലേ? മാക്സിനൊക്കെ പുറത്താണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. അതല്ല, ഈ ബാറിന്റെ ഈ പ്രവേശന കവാടത്തിൽ, ഈ മുൻ കവാടത്തിനോട് തൊട്ട് ചേർന്നാണ് ഇവരെ ഈ അപകടമുണ്ടായത്. അതായത് വെടിയുതിർത്ത ശേഷം വണ്ടിയിൽ കടന്നു കളയണമെന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ അക്രമി സംഘത്തിന്റെ പ്ലാനിങ്. അതായത് ഈ ബാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം, അല്ലെങ്കിൽ ഈ ബാറിൽ നിന്ന് 11 മണിക്ക് ഇറങ്ങിയ ശേഷം വീണ്ടും മദ്യം വേണം എന്നാവശ്യപ്പെട്ടുവെന്നാണ് പ്രധാനമായും ഉയരുന്ന ഒരു അഭ്യൂഹം. അതും നമുക്ക് മുഖവരിക്കെടുക്കാനായിട്ടില്ല, കാരണം പോലീസിന്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അജ്ഞാത സംഘം ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അങ്ങനെ പറയുമ്പോൾ മാനേജർ വന്ന് ഇവരെ ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. കോമ്പൗണ്ടിൽ നിന്ന് 11 മണിക്ക് ശേഷം ബാർ പൂട്ടേണ്ടതുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇവിടെ നിന്നും പോകാൻ കൂട്ടാക്കാതെ മാനേജറുമായി തർക്കമുണ്ടാകുന്നു. മാനേജറെ മർദ്ദിക്കുന്നു. അതിനുശേഷം ജീവനക്കാർ, ഇവിടെ ജോലി എടുത്തതിന് ശേഷം ഇവിടുത്തെ ബാർ പൂട്ടി ഇവിടെ നിന്നും മടങ്ങാൻ കാത്തിരുന്ന ജീവനക്കാർ ഈ പ്രശ്നത്തിലേക്ക് ഇടപെടുകയും അങ്ങനെ വലിയ മർദ്ദിച്ച് അവശനാക്കിയ മാനേജറെ കണ്ടാണ് ജീവനക്കാർ ഇവിടെ ഓടിയെത്തുന്നത്. അപ്പോഴാണ് അവർ തോക്കെടുത്ത് വെടിയുതിർക്കുന്നത്. യുവാക്കളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രാഥമിക വിവരം മാത്രമാണ് നമുക്കുള്ളത്. കാരണം വെടിയുതിർത്ത ശേഷം ഇവിടെ നിന്നും കാറിൽ അവർ കടന്നു കളയുകയായിരുന്നു. ഒരു വെളുത്ത ഫോർഡ് ഫിഗോ കാറിൽ, പഴയ മോഡൽ ഫോർഡ് ഫിഗോ കാറിൽ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു CCTV ഉണ്ട്. ഈ ബാറിന്റെ CCTV നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികൾ വ്യക്തമാണ്, ആരൊക്കെയാണെന്ന് വ്യക്തമായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, കൊച്ചിയുടെ സുപ്രധാനമായ ഒരു നഗരമേഖലയിലേക്കാണ്, അതായത് കത്രിക്കടവ്, കലൂർ, കടവന്ത്ര ആ ഒരു റോഡിലേക്കാണ്, കലൂർ കടവന്ത്ര റോഡിലേക്കാണ് ഈ വാഹനം അവർ വേഗത്തിൽ കടന്നു പോയിരിക്കുന്നത്. ആ ഭാഗങ്ങളിലെല്ലാം ക്യാമറയുണ്ട്. അവിടുത്തെയൊക്കെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് എറണാകുളം നോർത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റെല്ലാ പോലീസിന്റെ സേനാ വിഭാഗങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവ സ്ഥലത്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ ഒക്കെ നേരിട്ടെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. സംഭവ സ്ഥലത്തും ബാറിനുള്ളിലും ബാർ ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ പരിക്കേറ്റ ജിതിൻ, അതായത് ഈ മാനേജർ ജിതിന് ആക്രമണത്തിൽ മർദ്ദനമാണ് ഏറ്റത്. അദ്ദേഹത്തിന് വെടിയേറ്റിട്ടില്ല. 2 വെയിറ്റർമാർക്കാണ് വെടിയേറ്റത്. അപ്പോൾ അവരിൽ ഒരാളെ അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. അതുകൊണ്ട് മർദ്ദനമേറ്റ ജിതിന്റെ മൊഴി ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊച്ചിയിലെ നഗരത്തിൽ എവിടെയായാലും അവരെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ ഊർജിതമായി തെരച്ചിൽ നടത്തുകയാണ് പോലീസ്. ഏറ്റവും ഉടനെ തന്നെ അവരെ പിടികൂടുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ലാൽ.